നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ്. എന്താ നിങ്ങൾ ചിരിക്കുന്നത്? ലാലേട്ടന്റെ തിരക്കുന്ന എപ്പിസോഡ് തന്നെയായിരുന്നു. നിങ്ങൾ ചിരിക്കാൻ മാത്രം വലിയ കോമഡിയൊന്നും അതിൽ നടന്നിട്ടില്ല. ഒരു മിനിറ്റ് ലാലേട്ടന്റെ എപ്പിസോഡ് തെറിക്കുന്നതാണെന്ന് എല്ലാരും വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം പറയട്ടെ, അതായത് ലാലേട്ടൻ മോശാന്ന് ഞാൻ പറയുന്നില്ല, ലാലേട്ടൻ ഈ ഷോയോടുള്ള കമ്മിറ്റ്മെന്റിനെ പറ്റി ഞാൻ പറയുന്നില്ല, ഈ ഷോയോടുള്ള ഇഷ്ടത്തെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന്റെ ഡയറക്ടറും മറ്റേമാരെല്ലാം വളരെ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പരാജയം തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇവര് അനുമോളോട് ചോദിച്ചൊരു ചോദ്യം കേട്ടില്ല നീ, അതായത് കണ്ടന്റ് ഉണ്ടാക്കുന്ന എന്താ? അനുമോള് കഴിഞ്ഞ ആഴ്ച അവിടെ മിണ്ടാതിരുന്നപ്പോഴും 2 ദിവസം ഉറങ്ങുക ചെയ്തില്ല. അല്ല, ലാലേട്ടൻ പറയുന്നതല്ല. എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ ഈ ജിസയിലും ആര്യനും ഇവരൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദ്യം ചെയ്യത്തില്ല. ഇങ്ങേരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളെയും അനീഷിനെയും എങ്ങനെയും അവിടുന്ന് താഴെ ഇറക്കിയിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഷാനവാസിനെയും അതുപോലെ തന്നെ അക്ബറിനെയൊക്കെ കയറ്റിയിരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അവിടെ നല്ല രീതിയിൽ സ്പേസ് കൊടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചില്ല. ലക്ഷ്മിന് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടൻ ഇങ്ങനെ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചിട്ട് ഇറങ്ങിപ്പോ അങ്ങനെ ഇറക്കി. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, അവിടെ പല കപട സദാചാരികളാണ് അവിടെ എന്ന് പറഞ്ഞ് ആദില നൂറേനെ ഈ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുടെ അവിടെ ഉണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ ഇവരെല്ലാരും അല്ല, അങ്ങനെയല്ല. എന്നാലും അവിടെ ഇപ്പോ ഇന്ന് പറയുന്നത്, ഇന്ന് ഈ ലക്ഷ്മി പറഞ്ഞു ശരി ഞാൻ ചെയ്യുന്നില്ല, ലക്ഷ്മി പറഞ്ഞ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും പറ്റൂല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അവിടെ എന്താ വെച്ചാൽ ലക്ഷ്മി എന്നാ അങ്ങനെ പുറത്താക്കലുണ്ട്, അല്ലെങ്കിൽ ഒരു കാർട്ടൺ കൊടുക്കണ്ടേ? ഞാനും നിങ്ങളും വന്നിട്ട് വീട്ടിൽ സംസാരിക്കുന്നത് പോലെ നമുക്ക് ഒരു പബ്ലിക് അത് പറ്റൂല. അത് തന്നെ അത് പറ്റൂല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് ശ്രീകുമാറിന് കൊടുത്തതുപോലെ ഇന്ന് എന്തുകൊണ്ട് ലക്ഷ്മിക്ക് ഒരു കാർഡ് കൊടുത്തില്ല? അപ്പൊ ലക്ഷ്മിന അവരെ മുമ്പ് നിന്ന് കലമ്പി, അതായത് പബ്ലിക്കിന്റെ മുമ്പ് അപ്പാട് ലക്ഷ്മി മോളെ പോട്ടറി മനസ്സിലായ? ഇവരെ പരിപാടി അതാണ്. എന്താ നാട്ടുകാരുടെ മുന്നില് മഞ്ഞപ്പൊടി ഇടുക കണ്ണി. പക്ഷെ അനുമോളെ കേസിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അനുമോളെ തെറിപ്പിച്ച് എന്താ പറയാ, തെറിപ്പിച്ച് ലാലേട്ടൻ അത് കഴിഞ്ഞിട്ട് പിന്നെ സമാധാനിപ്പിക്കുന്നതാണ്. ഇല്ല, അനുമോളെ സമാധാനിപ്പിക്കൂല. കാരണം അനുമോൾ ഇവരെങ്ങനെയും അടിച്ചു പരത്തിയിടണം. ഇവർക്ക് എല്ലാവർക്കും അറിയാം, ലാലേട്ടനും അറിയാം, മറ്റുള്ളവർക്കും അറിയാം, ഇവിടെ സമൂഹത്തില് അനുമോളക്കും അനീഷിനും ഉള്ള സപ്പോർട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇവരെ ഷോയിൽ നിന്ന് എങ്ങനെയെങ്കിലും പരമാവധി അനീഷ് ഒറ്റക്ക് പിടിക്കുന്നില്ല. അങ്ങേർക്ക് പിന്നെ അങ്ങനെ പറയും ഒറ്റക്ക് നിന്ന് കളിക്കും. പലതിലും പറയുന്ന ഒരു സൗഹൃദം ഉണ്ടാക്കാനല്ല നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ സൗഹൃദം ഉണ്ടാക്കും. അതെ. അല്ല, എന്നിട്ട് ആദില നൂറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ആദില നൂറയെ ഈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെല്ലാം പറഞ്ഞതെല്ലാം ഓക്കെ, അവരെന്തോ ആയിക്കോട്ടെ. പക്ഷെ ലക്ഷ്മി ഇവരെന്താ ചെയ്തത്? ഈ പറഞ്ഞ 2 വാക്ക് പറഞ്ഞ ഇതെന്താ ലക്ഷ്മി പറയുകയും ചെയ്തു, ഞാൻ ഇങ്ങനെയാന്ന് പറയുകയും ചെയ്തു. കഴിഞ്ഞു. അല്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്നൊന്നും പറയാം, അതൊരു വൃത്തികെട്ട. അല്ല, ഞാൻ ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന് ഓള് പറഞ്ഞത്. സമൂഹത്തിൽ ജീവിക്കാൻ ഇവർക്ക് ലക്ഷ്മിയുടെ വീട്ടിലോള് കയറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ, ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. വീട്ടിൽ കയറുന്നില്ല, ഇപ്പൊ എന്റെ വീട്ടിൽ കയറ്റുന്നില്ല എന്നുള്ളത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അങ്ങനെയല്ല, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ ആദില നൂറമാർ അത്ര വലിയ മാന്യന്മാരൊന്നുമല്ല. എന്താ കാരണം എന്നറിയാം? അവരെന്ന് പറയുന്ന അവരെ മാതാപിതാക്കളെ പറ്റിയിട്ട് എന്നാൽ അവർക്ക് മിണ്ടാതിരിക്കാം. നമുക്ക് ഇപ്പൊ നമ്മളെ മാതാപിതാക്കളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പബ്ലിക്കിൽ പോയിട്ട് പറയാതെ ഒന്ന് പറ. അവർക്ക് ലൈഫിലുണ്ടായ ഒരുപാട് ട്രോമ പറയുന്ന അല്ല, എന്നാലും അല്ല കുറച്ചൊക്കെ മാതാപിതാക്കളല്ലേ എല്ലാവരുടെയും അച്ഛനമ്മമാര് അങ്ങനെയല്ല. എന്നാലും നമ്മൾ ജനിച്ചു വീണ കൊച്ചിനെ കൊല്ലുന്ന അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ആദില നൂറമാറ അവര് കോടതി തന്നെ അനുഭവിച്ചു അവരോട് ഒന്നിച്ച് ജീവിച്ചോളാൻ പറഞ്ഞു. അവർക്ക് നല്ലൊരു ജോലിയുണ്ട്, അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ഇതൊക്കെ കൊടുത്തതാരാ? അച്ഛനും അമ്മയല്ലേ? അവരല്ലേ കൊടുത്തത്. അവരെ അല്ലാതെ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അവരെ പടിയടിച്ച് കൊണ്ടുവച്ചില്ലല്ലോ. അവര് പറയുന്നത് പോലെ തന്നെ അവരുടെ ഒരു സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ആയിപ്പോയതിൽ അവര് ഉത്തരവാദിയല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്ക് പറയായിരുന്നു ഞങ്ങൾക്ക് അച്ഛനമ്മമാരെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല കേട്ടോ, ഇത് ഞങ്ങളുടെ ഇഷ്ടം, അങ്ങനെ പറഞ്ഞു നിൽക്കാം.
അത് അങ്ങനെ പറഞ്ഞു തീർക്കല്ലോ. കാരണം ഇപ്പൊ അവരെ അച്ഛനമ്മമാർക്കും ഇനി എന്തോ ആയിക്കോട്ടെ, അവർക്ക് നിയമപരമായിട്ട് അതിനുള്ള പരിരക്ഷയും കിട്ടി, അവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷ്മിക്ക് എന്തിന്റെ സുഖടാന്ന് പറഞ്ഞാൽ അഭിഷേക് വന്നപ്പോഴും ഓൻ എന്തോ ക്ലൂ ആക്കി കൊടുത്തിട്ടുണ്ടാവും. ഇവരൊരു ഗ്യാങ് തന്നെയാണ്. അല്ലാതെ ആർക്കും ഒരു ശല്യവും ഇല്ലാതെ അവിടെ എവിടെയോ മൂലക്ക് ഒതുങ്ങി നിൽക്കുന്ന ഈ ആദില നൂറമാറ വെറുതെ ഇങ്ങനെ വന്ന് ചൊറിഞ്ഞു ഇത്ര വലിയ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ലക്ഷ്മി എന്താ ഏതായാലും കിടക്കട്ടെ ഒരു കണ്ടന്റ്. എനിക്ക് തോന്നുന്ന ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ തന്നെ എന്തായാലും എപ്പിസോഡില് ചോദ്യം ചെയ്യും. അപ്പൊ അങ്ങനെ 10 ആൾ അറിയും. അങ്ങനെ എനിക്ക് കുറച്ച് റീച്ച്. അത് മാത്രമല്ല, മറ്റേ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ലക്ഷ്മി ചില സമയത്തൊക്കെ റിയാസ് ആകാൻ ശ്രമിക്കുന്നു, ചില സമയത്ത് റോബിനാകാൻ ശ്രമിക്കുന്നു, ചില സമയത്ത് എന്ന് പറഞ്ഞാൽ എന്തെല്ലോ ആകാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ലക്ഷ്മിന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് മുള്ളം കൊല്ലി എന്ന് പറയുന്ന സിനിമ തന്നെ മൂക്കുത്തി വീണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? ആ സിനിമയൊന്നും ഇല്ല കാര്യം. എന്തിനാ വെറുതെ ലക്ഷ്മിയെ കുറ്റം പറയുന്നത്? കാരണം ലക്ഷ്മി അഹങ്കാരി തന്നെയാണ്. ലക്ഷ്മിക്ക് യാതൊരു കാര്യമില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ലക്ഷ്മിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് തുറന്നു പറയും, എനിക്ക് ഇഷ്ടമല്ലേ, ഇത് മാത്രം പറയല്ല. അത് മൊത്തത്തിൽ കയറിയിട്ടെങ്കിൽ ഞാൻ തന്നെ അങ്ങ് മൊത്തത്തിന്റെ പ്രതിത്വം ഏറ്റെടുക്കുക, ആ പരിപാടി ശരിയല്ല. പിന്നെ വേറൊരു കാര്യം, അക്ബറിനോട് അതിന്റെ അടുത്ത് നീ എന്താ അക്ബറെ പറയാതെ, നീ എന്താ അക്ബറെ പറയാതെ, അല്ല ഞാൻ അല്ല ഇവറ്റകൾക്ക് ഇത്ര ബുദ്ധിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടാ? ഇവറ്റകൾക്ക് ഇത്ര ബുദ്ധിയുണ്ട് തോന്നിട്ട് ഈ അവിടെയുള്ള ടീമിന് തന്നെ ഒരാൾക്ക് ഇത് മനസ്സിലായിട്ടില്ല സംഭവം. ഇന്നാണ് കത്തിയത്. ആരെയാ പറഞ്ഞത്? എന്താ പറഞ്ഞ? അല്ലെങ്കിൽ അവര് കാര്യമായ വിഷയത്തിനൊന്നും അവിടെ വഴക്കുണ്ടാക്കുന്നത് നമ്മൾ കേൾക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ക്യാരറ്റ് കട്ടോ എന്താ പറയാ, അയ്യോ നെവിനെ കണ്ടില്ല, എന്തൊരു ബോറടിപ്പിക്കലാന്ന്. ഓ കഷ്ടം തന്നെ. അത് വളരെ ബോർ തന്നെയാണ്. ഒരു തവണയും 2 തവണയും നമ്മൾ എൻജോയ് ചെയ്യും കട്ടുവെക്കുന്നത്. ഇത് മനഃപൂർവ്വം കണ്ടന്റിന് വേണ്ടിട്ട് കട്ടുവെക്കുന്നതൊക്കെ കാണുമ്പോ കഷ്ടം തോന്നും. അന്ന് സത്യം പറഞ്ഞാൽ ഈ ലാസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്നു മുട്ട കട്ടുവെക്കുന്ന ആ മറ്റേ നന്ദനയും പിന്നെ ആരായിരുന്നു, സിജോയോ, എല്ലാം കൂടി അതുപോലെ വളരെ എന്താ പറയാ അരോചകമായിട്ടാ തോന്നുന്നത് ഇപ്പൊ ഈ കള്ളത്തരമൊക്കെ. അത് ശരിയാന്ന് പറഞ്ഞു. ഇവരെ ഒരു കയ്യിൽ ഒരുപാട്. കാരണം ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് തോന്നിയെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അനുമോളക്ക് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അനുമോള അടിച്ചെഴുതാൻ വേണ്ടിട്ട് ഇവര് പരമാവധി ലാലേട്ടൻ അടക്കമുള്ള ക്രൂ മെമ്പേഴ്സ് നല്ല രീതിയിൽ ശ്രമിക്കും. എല്ലാ ഇതിലും അനുമോള ടാർഗറ്റ് ചെയ്യുന്നവര് അനുമോള ടാർഗറ്റ് കണ്ടന്റ് ആക്ച്വലി ഇവര് എപ്പിസോഡിൽ കാണിച്ചില്ലല്ലോ. എന്തിനാ ഇവരത് എടുത്ത് ഈ കണ്ടന്റ് കൊടുക്കാനാണ് ഞാൻ കണ്ടന്റ് കൊടുക്കാനാന്ന് അതെന്തുകൊണ്ടാ അവര് എപ്പിസോഡിൽ കാണിക്കാൻ? അത് മാത്രല്ല ഈ അനുമോളനെ പറയുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ജിസൈലിന് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു തന്നാ അവര് പറയുന്നു. അത് പറഞ്ഞില്ലല്ലോ ആര്യ, അത് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇവരൊക്കെ കളിക്കുന്നത് എന്തും ചെയ്യാം. അതൊക്കെ അനുമോളുടെ തലയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അനുമോൾ എന്തിനാ ശരി അതൊരു പോയിന്റ് ആണ് കേട്ടോ. ആര്യൻ വന്നിട്ട് പിന്നെ അക്ബറും പിന്നെ എന്താന്ന് ബിന്നിയും ഒക്കെ ചേർന്നിട്ട് നമ്മള് സ്ക്രീൻ സ്പേസിന് വേണ്ടിട്ട് മനഃപൂർവ്വമുള്ള നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തെന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഒക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈയിടെ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അനുമോളെ ഭയങ്കരമായിട്ട് അടിച്ചിരുത്താൻ വേണ്ടി. കാരണം എന്താ പറയാ, കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടന് മറ്റേ സിബിനെ പോലെ ആവുമെന്ന് വിചാരിച്ചു, അതായിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും അടിച്ചിരുത്തി കഴിഞ്ഞാല് നെഗറ്റീവ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് എന്തെങ്കിലും കളിയൊന്ന് മാറ്റി പിടിക്കുമെന്നൊക്കെയാണ് ലാലേട്ടൻ വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ലാലേട്ടൻ ഇപ്പൊ 50 ദിവസമൊക്കെ അടുക്കോലെ ചെയ്യുന്നത്, ഇനി അനുമോളെ നെഗറ്റീവ് ആക്കാനൊന്നും കഴിയില്ല ഒരാൾക്കും കഴിയുന്നില്ല. അനുമോൾ തന്നെ പറയുന്നത് എനിക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പ്രശ്നമില്ല എന്നുള്ള നിലയ്ക്ക് അങ്ങനെയല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇനി അനുമോളെയും അനീഷിനെയും തെറ്റിക്കാൻ വേണ്ടിട്ട് ഇവര് നല്ലോണം ശ്രമിക്കുവായിരുന്നേ. പക്ഷെ അതിലൊന്നും പ്രേക്ഷകർ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാന്ന്. ഇനി അനുമോള് പോയിട്ട് അനീഷിനെ തെറി പറഞ്ഞാലോ ഇല്ലെങ്കിൽ അനീഷ് പോയിട്ട് അനുമോളെ തെറി പറഞ്ഞാലോ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാ. കാരണം എന്താ അറിയാ, അല്ല മമതേന്റെ അല്ല പറയുന്നത്, അങ്ങനെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇപ്പൊ അനുമോളെ തന്നെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവർ എന്തെല്ലാം കളി കളിച്ചു. ഇന്ന് എന്തെല്ലാം കളി കളിച്ചു. ആരോടാ ഇവർക്ക് ഇത്ര സ്നേഹം? അക്ബറിനോട്. എന്നാ പിന്നെ ട്രോഫി ഓനം കൊടുത്തു വിട്ടാ പോരെ? ഇതെന്തിനേയും മനുഷ്യന്മാരിങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത്? എപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു എന്താ പറയേണ്ടത്, ഏതോ ഒരുത്തം പൈസ മുടക്കുന്നു, ഓനൊരു കുഴപ്പമില്ല. ഇവിടെയുള്ള കുറെ ക്രൂ മെമ്പേഴ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവന് ട്രോഫി കൊടുക്കണം, അതിന്റെ ഒരു കളിയാ കളിക്കുന്നതായിരുന്നു. പിന്നെ അക്ബറിന് എന്തോ ഒരു സ്പേസാ കൊടുക്കുന്നത്. ഷാനവാസിനെ ഒന്നും സാധാരണ എപ്പിസോഡിലൊന്നും സംസാരിപ്പിക്കുന്നതാണെങ്കിൽ ഇപ്പൊ എന്തായാലും ഷാനവാസിനെ ഒക്കെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടു. അയ്യോ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. അതായത് അക്ബറിന് ഒരു ട്രോഫി തന്നെയാന്ന് ഞാൻ ഇപ്പോഴും പറയുന്നതാണ്. പക്ഷെ അക്ബർ ആണെങ്കിൽ കുഴിയിൽ വീണ് ആനേനെ പോലെ അത് കയറി വരുന്നുമില്ല.
എന്ത് കളി കളിച്ചാലും കയറിയില്ല. അതിന്റെ ഇടയ്ക്ക് അത് അക്ബർ കളിക്കാണ്ടില്ല. പക്ഷെ ഒരു മിനിറ്റ്, അതിന്റെ ഇടയ്ക്ക് ലക്ഷ്മി എന്തോ ഒരു കഥ പറഞ്ഞു. അതായത് അക്ബറിന്റെ ഉമ്മ എപ്പ അങ്ങനെ പറഞ്ഞിനി ആ ഒരു സംഭവം ഞാനും അതന്നെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫോൺ ചെയ്യുമ്പോഴൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഒരു സംഭവം ഞാൻ അങ്ങനെ കൃത്യമായിട്ട് ഞാനത് കേട്ടിട്ടില്ല. എന്നാ ആ റീലും കണ്ടാൽ ലക്ഷ്മി വന്നിരിക്കും. അത് മാത്രമല്ല ലക്ഷ്മിന്റെ ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ. ലക്ഷ്മിനെ പറ്റിയിട്ട് എന്ന് പറയുന്നത് കട്ട നെഗറ്റീവാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് അതിന്റെ അകത്ത് അമ്മായിയമ്മയും ഭർത്താവ് എല്ലാം വിടുന്നാ പറയുന്നത്. അത് അല്ലല്ല, സീക്രട്ട് ഏജന്റ് പിന്നെ ഇതുമായിട്ടും വന്നിട്ടുണ്ട്. സീക്രട്ട് ഏജന്റ് മറ്റേ ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ എന്താ പറയണ്ടേ അമ്മായിയമ്മേനെ തല്ലി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഒരു ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഗെയിം മാത്രം നോക്കാന്നല്ലാണ്ട് അവരുടെ പേഴ്സണൽ ലൈഫ് ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അലക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ലേ. എനിക്ക് അതിനോടൊന്നും ഒരു ശതമാനം ഇപ്പൊ ഞാൻ പറയുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന ആ ചങ്ങാതി ആടി ഇരിക്കണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല. മനസ്സിലായല്ലോ. കാരണം ലക്ഷ്മിനെയൊക്കെ എത്രയും പെട്ടെന്ന് പറഞ്ഞു അല്ല ഞാൻ വിചാരിച്ചു ഇത്രയും കേട്ടിട്ട് അത്രയും അധികം ഗഡ്സിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞൂടെ. എനിക്കതറിയില്ല. അതായത് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റെക്കമെൻഡ് കയറിയതാണ് ഇട. എന്നാ കാരണം ഒരു മിനിറ്റ് നിക്ക്. കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് ശ്രീകുമാർ വന്ന എനിക്ക് ഓർമ്മയില്ല. ഹൈ റെക്കമെൻഡിൽ അവൻ വന്നിരിക്കുന്നത്. ഓൻ റെക്കമെൻഡിൽ വന്നു മാത്രമല്ല 100 ദിവസം അവിടെ നിൽക്കുകയും ചെയ്തിന്. ഓൻ എന്ത് കണ്ടന്റാ കഴിഞ്ഞ വർഷം കൊടുത്തിന്? ഓൻ വായ തുറന്നിന്. ആദ്യം ഒരാഴ്ച ഒരിക്കൽ വായ തുറന്നു, പിന്നെ വായ തുറന്നിന്. അവൻ തുറന്നിനാ. ഓൻ എങ്ങനെയാ 100 ദിവസം നിർത്തി? അതല്ലേ ഉള്ളു. അതെന്ത് വണ്ണം കെട്ടിയാന്ന് പറഞ്ഞാൽ ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ലേ? ഓൻ വായ തുറന്നിനാ. അതുപോലെ തന്നെയാണ് ഈ ലക്ഷ്മിയും ഇവിടെ 100 ദിവസം ഉണ്ടാവും. ഈ ലക്ഷ്മി ഉണ്ടാവും. കാരണം ഹൈ റെക്കമെൻഡ് ആയവർക്കല്ലോ. ആരോ ഇന്നലെ എനക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മീന ഇനി നാളെ പറഞ്ഞു വിട്ടിട്ടില്ലെങ്കിൽ ഇന്നൊരു ഡ്രാമയെല്ലാം കാണിക്കുന്നുണ്ട് ലക്ഷ്മീനെ ഇങ്ങനെ നോക്കുന്നത്. അത് നമ്മളെ പറ്റിക്കാനാ മസ്താനിയ പോയത്. മനസ്സിലായ? അപ്പൊ അതാണ്. എന്നിട്ട് ഇത് ഇനിയിപ്പോ നാളെ ലക്ഷ്മി പോയിട്ടില്ലെങ്കിൽ, നാളത്തെ എപ്പിസോഡിൽ ലക്ഷ്മി പോയിട്ടില്ലെങ്കിൽ ഒരു കാര്യം നീ ഓർത്തോ, ലക്ഷ്മി 100 ദിവസം അടി ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ നല്ല റെക്കമെൻഡ്. ഇത് മാത്രം നീ നോക്കിയാൽ മതി. അഭിഷേക് ശ്രീകുമാർ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടാണ് അയാള് 100 ദിവസം ഏത് ഗെയിം എന്ത് ഗെയിം? അവൻ ഒരു ഗെയിമിൽ അവൻ കാട്ടുതീന്റെ മറ്റേവരും കൂടെ നിന്നു. അത് പിന്നെ കാട്ടുതീന്റെ കൂടെ പോയപ്പോഴാണ് അണഞ്ഞു പോയത്. കാട്ടുതീ കയറിയിട്ടാണ് അവിടെ മൊത്തം കൊളാക്കിയതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം. അപ്പൊ അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അനുമോള ഒരു ഊക്കാനുള്ള ഒരു എപ്പിസോഡായിട്ടാണ് ഇന്നത്തേത് എനിക്ക് തോന്നിയിരിക്കുന്നത്. ലാലേട്ടൻ ഫയറായിരുന്നു എന്ന് പറയണ്ടേ? ഫയറായിരുന്നു അല്ല, ലാലേട്ടൻ ഫയറായിരുന്നു. ലാലേട്ടൻ ഇതുവരെ ആരോടെങ്കിലും ഇറങ്ങി പൊക്കോന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അനുമോളോട് എനിക്ക് നാണം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. എന്നിട്ട് എന്തുകൊണ്ട് അനുമോളെ പിന്നെ മറ്റേ ക്ലിപ്പിംഗ്സ് ഇതുവരെ കാണിച്ചില്ലല്ലോ? എന്തുകൊണ്ട് കാണിച്ചില്ല? നാണം ഉണ്ടോ എന്ന് അനുമോളോട് ചോദിച്ചാ. അനുമോളോട് നാണം ഉണ്ടോ എന്ന് ചോദിച്ചു. ശരി, നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സാധനം ഇതാണ്, ബിഗ് ബോസ് പുറത്തു വിട്ടു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിന് വിടാൻ ധൈര്യം ഉണ്ടാത്? അത് അവരെ കാണിക്കാൻ ധൈര്യം ഉണ്ടോ? അവരെന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഞാൻ ഇത്രയും ക്യാമറകളുണ്ട്, നമ്മൾ എല്ലാവരും 5 മണിക്കൂർ ഇരുന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ പുറത്ത് നടക്കുന്ന എന്നാ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും മറ്റേലും ഇവരെന്നെ പുറത്തു വിട്ടു എന്നാ പിന്നെ അത് നമ്മൾ പോയിട്ട് പിടിച്ചോണ്ടെന്നാ? അത് രണ്ടുപേരും ഇങ്ങനെ കിടക്കുന്നു, അത്രയല്ലേ? അയ്യോ, വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാം മുഴുവൻ അതുപോലെ ഫേസ്ബുക്ക് മുഴുവൻ സകല ചാനലിലും ഇതിങ്ങനെ പരക്കുന്നുണ്ട്. ലാലേട്ടൻ മാത്രം ഞാൻ കണ്ടിട്ടില്ല. ലാലേട്ടൻ പറയാൻ പറ്റില്ല. എങ്ങനെ കണ്ടിന്യൂന്നല്ല അങ്ങനെയല്ല. അവിടെ ഇതാണ് മോളെ അന്ന് നടന്നത് എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കല്ലേ വേണ്ടത്. അല്ലാതെ നാണം ഉണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിക്കേണ്ട അധികാരം? അതെന്താ ഒരു പെണ്ണിനോട് അങ്ങനെ പിടിച്ച നാണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഓവർ എന്നല്ലേ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പടം വിജയിച്ചിന് 3ാമത്തെ പടം പൊട്ടിക്കേണ്ട പരിപാടിയാ. മനസ്സിലായെന്ന്? നാണം ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഇന്ന് പറഞ്ഞ ഓക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല, അത് കൃത്യമായിട്ട് അവര് കാണിച്ചു കൊടുക്കാതെ നിന്നിട്ടില്ല. അതുപോലെ അത് കാണിച്ചു കൊടുക്കണ്ടേ? അതെന്തുകൊണ്ടാ കാണിച്ചു കൊടുക്കേണ്ടത്? കാരണം അവിടെയുള്ള ആൾക്കും ഇതൊന്നും മനസ്സിലായില്ല. ഞാൻ പറയുന്നവർക്ക് ഒരാളോട് നാണമുണ്ടോ എന്ന് ചോദിച്ചാൽ മോശമല്ലേ? അത് മോശമല്ലേ? അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ നാണമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞെന്നാ അറിയാം, അനുമോളോട് ഇവർക്ക് എല്ലാവർക്കും എന്തോ ഒരു ചുരുക്കുണ്ട്, അത് ഉറപ്പായിട്ടുണ്ട്. ഇപ്പം എന്താ പറയാ, അത്യാവശ്യം ആവശ്യത്തിലധികം പ്രേക്ഷക പിന്തുണ മാത്രല്ല ഇന്ന് എല്ലാ പോളിട്ട് കഴിഞ്ഞാൽ അനുമോൾ. അപ്പൊ അനുമോൾ എങ്ങനെയെങ്കിലും പൊളിക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇമ്മാതിരി തോന്നിയ വാസമൊന്നും ചോദിക്കാൻ പാടില്ല. നാണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു.
അപ്പൊ ഇത് മാത്രമേ ഇന്ന് അങ്ങനെ ഇറങ്ങിപ്പോന്ന് പറഞ്ഞതോ? എടോ ഇറങ്ങിപ്പോന്ന് പറഞ്ഞത് എന്തിനാന്നറിയാ? അത് കൃത്യമായിട്ട് തെളിവ് കാണിച്ചിട്ടാണ്. മനസ്സിലായ? അത് കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അതെ, അനുമോള് പറഞ്ഞതിന് പിന്നെ അനുമോൾ ഉണ്ടാക്കി പറഞ്ഞതാണെന്നല്ലേ പറഞ്ഞോണ്ട് വന്നിന് കഴിഞ്ഞ എപ്പിസോഡ്. ലാലേട്ടൻ പറഞ്ഞെന്താ, ഈ 72 ക്യാമറയും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. പക്ഷെ 3.5 കോടി ജനങ്ങൾ ഇത് കണ്ടു. ഈ ഏഷ്യാനെറ്റിന്റെ അവരെന്നല്ലേ ഇത് പുറത്തുവിട്ടത് ഈ സാധനം. പിന്നെ നീ എന്നാ അതിൻ്റെ അകത്ത് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മളെ കണ്ടതല്ലേ. അത് പറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ നാണം ഉണ്ടോ എന്ന് ചോദിച്ചതും ഇറങ്ങിപ്പോന്ന് പറഞ്ഞത്, ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കിടക്കട്ടെ, ലക്ഷ്മിക്കല്ലേ. പക്ഷെ നാണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇതാകും, നമുക്ക് പറ്റില്ല. അനീഷിനോട് പറയുന്നില്ലേ? അനീഷിന ഇവർക്ക് ഒരു ഇതും ചെയ്യാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഈ അനീഷ് എന്ന് പറയുന്നത് ഇവിടെ ബിഗ് ബോസിന്റെ ഏറ്റവും വലിയൊരു മെറ്റീരിയൽ ആയിട്ട് മാറുകയ്യ. ഈ അനീഷിന ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞെന്താ, 2ാമത്തെ ദിവസം അയാൾ നെഗറ്റീവ് ആവുന്നല്ലേ പറഞ്ഞ്. പക്ഷെ അയാള് സ്ത്രീ വിരോധിയാന്ന് പറഞ്ഞില്ലേ. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് റെസ്പെക്ട് ചെയ്യുന്ന എല്ലായാലും എന്തൊരു വളരെ മോശമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതെ, ശരിയാണ് അല്ലേ? നിങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാം പാത്രം കഴുകാൻ വേണ്ടി വിളിച്ചിട്ട് അയാളുടെ ക്ഷമേന്റെ നെല്ലിപ്പലക കണ്ടു. അക്ബർ ആണെങ്കിൽ 4 തെറിയെങ്കിലും പറഞ്ഞു. അതിന്റെ വേറെ കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ആദില കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഡൗണാ. എന്നാ കാരണം എന്നറിയാം, അതിലൊക്കെ അനീഷിനെ കാണുമ്പോ അവളുടെ വാപ്പേനെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അത് പാത്രം കഴുകാൻ വേണ്ടി വന്ന് നിന്നപ്പോഴേ അതിലെ പറയുന്നുണ്ടായിരുന്നു. അല്ല, അതൊന്നും പറയാൻ പാടില്ല ഒരിക്കലും. അതൊന്നും ഒരിക്കലും ബാപ്പ സ്ട്രിക്റ്റ് ആയെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്താന്ന് നമ്മളെല്ലാം അച്ഛന്മാർ അങ്ങനെയല്ലേ? അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലേ, വെളിയിലിറക്കി വിട്ടാ? അത് നീ ഒന്ന് പറ. വിദ്യാഭ്യാസം കൊടുത്ത് ഇന്ന് വിപ്രോയിൽ കയറിയിട്ട് പിന്നെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരാ കൊടുത്തതാ? അത് ബാപ്പ അയാളെ പൈസന്യല്ലേ, അയാളെ അധ്വാനിച്ച പൈസന്യല്ലേ. അപ്പൊ അയാളെ കുറ്റം പറയാൻ വേണ്ടോ? നമ്മളെ അച്ഛനും അമ്മക്കല്ല ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഇതുണ്ടാവും. ചിലപ്പോ നമ്മളെ കണ്ടുകൂടാണ്ട് ചിലപ്പോ നമ്മൾ ഓടിച്ചിട്ടെല്ലാം ഉണ്ടാവും. പക്ഷെ മക്കളൊരു തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാലും അത് ക്ഷമിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അച്ഛനമ്മമാർക്കില്ലേ? അത് ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ചില ആൾക്കാർ അതായത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ചില കമ്മ്യൂണിറ്റികളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അതായത് ചില ആൾക്കാർ എന്ന് പറയുന്നത് പോടാവില്ലേ എനിക്ക് ഇതന്നെ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഭക്തിയും അതുപോലെ ഇതും എല്ലായിട്ട് എനിക്ക് തോന്നുന്നു അവരെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ മതത്തിൽ ഇതായിട്ട് ജീവിക്കുന്നതാണ്. അപ്പൊ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ്. അല്ലാതെ അതിന് ഇവരെന്താ ചെയ്യേണ്ടത് അറിയാം, അവരെ വെറുതെ വിട്ടോട്ടെ. അപ്പൊ നമ്മള് ഈ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവരുടെ വീട്ടിലേക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്കായാലും അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു സോനു നികേഷ് എന്ന് പറഞ്ഞ ബ്ലോഗ് കണ്ടു. 2 വീട്ടുകാരും അവരെ ചേർത്ത് നിർത്തിയിരിക്കുവാന്ന്. അവര് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നത്, തിരിച്ചു വരുന്നത്. കൊറേ ആൾക്കാരില്ലേ, ജാസി മറ്റേ കൊറേ പേരുണ്ടല്ലോ അങ്ങനെ അല്ലേ? ജാസിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ജാസി എന്നല്ല ഒരാളെ പേരും പറയണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓവർ ആകുന്ന ആളെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഉള്ള കാര്യം എന്താ പറയുന്നത്, കുറെ ഓവർ ആകുന്ന ആൾക്കാരുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് ഇതെന്തോ ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ഈ സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷേ നീ ആ സോനു നികേഷിന്റെ ഒക്കെ വ്ളോഗ് കാണുമ്പോഴാണ് അവരൊക്കെ എത്ര മാന്യയോട് കൂടിയിട്ട് ഡീസന്റോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് അറിയാം. അവരാ സംസാരം എല്ലാം, അല്ലാതെ അവര് വേറൊരു പേക്കോലൊന്നും ഇതില്ലല്ലോ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ആദിലെന്ന് പറയുന്നത് നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ലല്ലോ. പക്ഷെ എന്താ വെച്ചാൽ നമ്മള് പിന്നെ അച്ഛന്മാരെ അമ്മമാരെയും ഒരു അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് കളയാ. എന്നിട്ട് നമ്മളേതായ ജീവിതം ജീവിക്കും. അത്രേ ഉള്ളൂ അല്ലേ? ഇത്രയേ പറയാനുള്ളൂ. അപ്പൊ ഇത്രയല്ലേ പറയുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ എല്ലാവരും പിന്നെ നമ്മളെ ഹൈപ്പ് അല്ലെ, ഹൈപ്പ് ചെയ്യാൻ പറയണം നിർബന്ധമായിട്ടായിരുന്നു. അത് ആദ്യം പറയണം നാളാട്ടാ. നന്ദി, നമസ്കാരം.